ഒരിക്കൽ ഒരു നിബിഡമായ വനത്തിൽ ജ്ഞാനിയായ ഒരു മൂങ്ങ ജീവിച്ചിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അവന്റെ സാമ്രാജ്യം ഉണരും. ചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുന്ന മരച്ചില്ലകളിൽ ഇരുന്ന് തന്റെ കൂർത്ത കണ്ണുകൾ കൊണ്ട് അവൻ ഇരകളെ കണ്ടെത്തി. രാവിന്റെ ഓരോ തുടിപ്പും അവൻ അറിയാമായിരുന്നു. അവൻ സ്വയം ഒരു കുറവും കാണാത്ത തന്നിൽ പൂർണ്ണ സംതൃപ്തനായിരുന്നു. ഒരു നാൾ പുലർച്ചെ കുളത്തിലെ തെളിനീരിൽ തന്റെ പ്രതിബിംബം കണ്ട് അവൻ പറഞ്ഞു, എന്തൊരു സൗന്ദര്യം! ഈ രാവിന്റെ രാജാവാകാൻ എനിക്കല്ലാതെ ആർക്കാണ് യോഗ്യത? അങ്ങനെ ഇരിക്കെയാണ് അവന്റെ ജീവിതം മാറ്റിമറിച്ച ആ കാഴ്ച അവൻ കാണുന്നത്. ഒരു ഉച്ച നേരത്ത് ആകാശത്തിന്റെ നീലിമയിൽ ഒരു പരുന്ത് കുടുംബം ചിറകു വിരിച്ച് പറന്നുയരുന്നത് അവൻ കണ്ടു. കൂട്ടത്തിൽ സൂര്യരശ്മിയിൽ വെട്ടിത്തിളങ്ങുന്ന തൂവലുകളുമായി മേഘങ്ങളെ തൊട്ടുരുമ്മി പറക്കുന്ന ഒരു പെൺപരുന്തിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. അതുവരെ രാവിനെ പ്രണയിച്ച അവന്റെ ഹൃദയം ആദ്യമായി പകലിനെ മോഹിച്ചു. അന്നു മുതൽ അവന്റെ ജീവിതം തന്നെ മാറി. പകൽ സമയങ്ങളിൽ അവൻ മരപ്പൊത്തിൽ ഒതുങ്ങിക്കൂടി ആകാശത്തേക്ക് നോക്കി അവളെയും കാത്തിരുന്നു. രാത്രിയിലെ വേട്ട അവനൊരു ഭാരമായി തോന്നി തുടങ്ങി. തന്റെ ലോകം എത്ര ചെറുതാണെന്നും തന്റെ കഴിവുകൾ എത്ര പരിമിതമാണെന്നും അവൻ ചിന്തിച്ചു. അവന്റെ ദുഃഖം കണ്ട് ഉറ്റ ചെങ്ങാതിയായ കാക്ക കാര്യം തിരക്കി. മൂങ്ങ തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട കാക്ക പറഞ്ഞു, സുഹൃത്തെ, നിന്റെ ആഗ്രഹം നല്ലതു തന്നെ. പക്ഷേ നമ്മൾ രണ്ടും രണ്ട് ലോകത്തുള്ളവരാണ്. അവൾ പകലിന്റെ റാണിയാണെങ്കിൽ നീ രാവിന്റെ രാജാവാണ്. എങ്കിലും മൂങ്ങയുടെ നിർബന്ധത്തിന് വഴങ്ങി കാക്ക പരുന്തിന്റെ അടുത്ത് ദൂതുമായി ചെന്നു. മൂങ്ങയുടെ ഇഷ്ടമറിഞ്ഞപ്പോൾ പരുന്ത് പുച്ഛത്തോടെ ചിരിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ മാത്രം കണ്ണു കാണുന്നവനോ? എന്നെ പോലെ സൂര്യനോടൊപ്പം പറക്കുന്നവൾക്ക് അവനെ എങ്ങനെ ചേരും? എങ്കിലും കാക്കയുടെ അഭ്യർത്ഥന മാനിച്ച് അവൾ ഒരു നിബന്ധന വെച്ചു. നിന്റെ സുഹൃത്തിന് എന്നെ അത്രയേറെ ഇഷ്ടമാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ മലയുടെ മുകളിൽ വന്ന് എന്നെ കാണാൻ പറയോ? ഇതറിഞ്ഞ മൂങ്ങ കോപം കൊണ്ട് വിറച്ചു. അവൾ എന്നെ പരിഹസിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് കണ്ണ് കാണില്ലെന്ന് അവൾക്ക് അറിയാലോ. ഇത് നടക്കാത്ത കാര്യമാണ്. അവൻ ദേഷ്യവും നിരാശയും കൊണ്ട് കൂട്ടിൽ ഒതുങ്ങിക്കൂടി. പിറ്റേന്ന് മൂങ്ങയെ കാണാതിരുന്നപ്പോൾ കാക്ക വീണ്ടും അവന്റെ അടുത്തെത്തി. വിഷാദനായിരിക്കുന്ന മൂങ്ങയോട് കാക്ക ചോദിച്ചു, സുഹൃത്തെ, നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അവൾ നിന്നെ പരിഹസിച്ചതിലോ അതോ നിനക്ക് പോകാൻ കഴിയാത്തതിലോ? മൂങ്ങ ഒന്നും മിണ്ടിയില്ല. കാക്ക തുടർന്നു, ഒരു നിമിഷം ചിന്തിക്കൂ. അവൾ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിന്റെ കഴിവിനെയും ശക്തിയെയും അവൾ പരിഗണിക്കുമായിരുന്നു. രാത്രിയിൽ നിന്നെ വെല്ലാൻ ആരുമില്ലെന്ന് അവൾ മനസ്സിലാക്കിയേനെ. പകരം അവൾ നിന്റെ കുറവിനെയാണ് പരീക്ഷിച്ചത്. നിന്റെ ലോകത്തേക്ക് വരാതെ അവളുടെ ലോകത്തേക്ക് നിന്നെ നിർബന്ധിക്കുകയാണ് അവൾ ചെയ്തത്. നിന്റെ യഥാർത്ഥ കഴിവുകളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് വേണ്ടി നീ എന്തിനാണ് നിന്റെ വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ആ വാക്കുകൾ മൂങ്ങയുടെ ഹൃദയത്തിൽ തറച്ചു. അതൊരു തിരിച്ചറിവായിരുന്നു. ശരിയാണ്, ഞാൻ എന്തിനാണ് ഒരു പരുന്താകാൻ ശ്രമിക്കുന്നത്? താനൊരു മൂങ്ങയാണ്, രാവിന്റെ അധിപൻ. തന്റെ ശക്തി രാത്രിയിലാണ്. പരുന്തിന് അസാധ്യമായ പലതും തനിക്ക് സാധ്യമാണ്. തന്റെ മൂല്യം മറ്റൊരാളുടെ അളവുകോൽ വെച്ച് നിർണയിക്കേണ്ട ഒന്നല്ല. അന്ന് രാത്രി അവൻ പൂർവാധികം ശക്തിയോടെ ചിറക് വിരിച്ചു. തന്റെ സാമ്രാജ്യത്തിന്റെ ഓരോ കോണിലും അവൻ പറന്നു നടന്നു. അവന്റെ കണ്ണുകൾക്ക് പതിവിലേറെ തിളക്കമുണ്ടായിരുന്നു. കാരണം അവനിപ്പോൾ മറ്റൊരാളുടെ പ്രശംസയ്ക്ക് വേണ്ടി ജീവിക്കുന്നവനല്ല, മറിച്ച് സ്വയം തിരിച്ചറിഞ്ഞവനായിരുന്നു.